ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ഹാപ്പി പ്ലേറ്റ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ? അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ്: സവാള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മല്ലിയില, കറിവേപ്പില, പിന്നെ ഉപ്പ്. അപ്പോൾ ഈ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് പിന്നിലൊരു ചെറിയ കഥ കേട്ടാലോ? സത്യം പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ ഉണ്ടെങ്കിലും സ്വന്തം ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ പോലുമുള്ള കോൺഫിഡൻസ് ഇല്ലാതിരുന്ന ഒരാളായിരുന്നു ഞാൻ ഇന്ന് ഇത്ര കോൺഫിഡൻ്റായി നിങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ കാരണം എൻ്റെ ജീവിത പങ്കാളിയാണ്. അതെ, എൻ്റെ ഹസ്ബൻഡ് പ്രജീഷ് ഏട്ടൻ. ഇന്ന് ഡിന്നറിന് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കി തരട്ടെ എന്ന് ചോദിച്ചാൽ നമ്മൾ വേണ്ടെന്ന് പറയില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ ചെമ്മീൻ റോസ്റ്റ് പ്രജീഷ് ഏട്ടൻ്റെ വകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? അപ്പോൾ ആദ്യം സ്റ്റവ് കത്തിച്ച് അതിലേക്ക് ഒരു പാൻ എടുത്ത് വെക്കുക. ആ പാൻ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയാണ് ചേർക്കേണ്ടത്. അത് നല്ലപോലെ വഴറ്റിയെടുക്കുക. സത്യം പറഞ്ഞാൽ ഇതുണ്ടാക്കിയത് ഞാനല്ലാത്തത് കൊണ്ട് ഇതെങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. എന്തായാലും ആ പറഞ്ഞ നേരം കൊണ്ട് നമ്മുടെ സവാള നല്ലപോലെ വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും നല്ലപോലെ വഴഞ്ഞു വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർക്കണം. ഈ പച്ചമുളക് ചേർക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വേണം ചേർക്കാൻ. പച്ചമുളക് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇനി നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയും മസാലകളും ചേർക്കാനുണ്ട്. അപ്പോൾ ആ എരിവ് ബാലൻസ് ചെയ്തിട്ട് വേണം പച്ചമുളക് ചേർക്കാൻ. എന്തായാലും നമ്മളിതൊന്നും മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ നല്ല പോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചെമ്മീനാണ്. നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീനാണ്. ചെമ്മീൻ നമ്മൾ വൃത്തിയാക്കുമ്പോൾ അതിലുള്ള നാരൊക്കെ കളഞ്ഞ് അത്രയും ശ്രദ്ധയോടുകൂടി വേണം അത് വൃത്തിയാക്കാൻ. അപ്പോൾ എന്തായാലും നല്ല പോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി ഒരു കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കുക. ഇനിയാണ് നമ്മളിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഈ മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തീ ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ്. 2 തരം മുളക് പൊടി, നോർമൽ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും നമ്മൾ ചേർക്കുന്നുണ്ട്. നമ്മൾ പച്ചമുളക് അത്യാവശ്യം ഇട്ടതുകൊണ്ട് തന്നെ നോർമൽ മുളക് പൊടി കുറച്ചാണ് ചേർത്തിട്ടുള്ളൂ. കൂടുതൽ കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അത് നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കണം. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ഈ വെള്ളം അധികം ഒഴിക്കേണ്ട കാര്യമില്ല, കാരണം ചെമ്മീൻ ഒന്ന് വെന്ത് ആ മസാലകളുമായിട്ട് ഒന്ന് പിടിക്കുക, അതിനുള്ള വെള്ളം മാത്രം മതി. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇത് റോസ്റ്റാണ്, അതുകൊണ്ട് തന്നെ ഒരു സെമി ഗ്രേവി ടൈപ്പിലാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ മറന്ന ഒരു കാര്യമുണ്ട്, ഉപ്പായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് മല്ലിയില കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി അതൊന്ന് മൂടി വെച്ച് വേവിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ചെമ്മീൻ ഒരുപാട് വേവേണ്ട കാര്യമില്ല. അത് ഒരുപാട് വെന്താൽ അതിന് കൺസിസ്റ്റൻസി തന്നെ മാറിപ്പോവും. അപ്പോൾ എന്തായാലും നമ്മളുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകി ചെമ്മീൻ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ല പോലെ ഇളക്കിയെടുത്താൽ നമ്മളുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയായി. ഈ ചെമ്മീൻ റോസ്റ്റ് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ചപ്പാത്തി, പൊറോട്ട, ദോശ, ചോറ് എല്ലാത്തിൻ്റെ കൂടെയും അടിപൊളിയായിട്ട് പോകുന്ന ഒരു കറിയാണ്. ഈ ഒരു ഒറ്റ കറി കൊണ്ട് നമുക്ക് വയറ് നിറച്ച് ചോറോ ചപ്പാത്തിയോ എന്ത് വേണമെങ്കിലും കഴിക്കാം. അപ്പം ഞങ്ങൾക്കിന്ന് ഈ ചെമ്മീൻ റോസ്റ്റിൻ്റെ കൂടെ കോമ്പിനേഷൻ ചപ്പാത്തി ആയിരുന്നു. ഞങ്ങളുടെ ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനിയും കൂടുതൽ കുക്കിംഗ് വീഡിയോസ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, അതുപോലെ പ്ലീസ് കമൻറ്റ് ഇനി എന്ത് റെസിപ്പിയാണ് വേണ്ടതെന്നുള്ളത്. താങ്ക് യു.